ദർശനം കാണുവാനിടയായത് അത് ഇന്ന് നിറവേറിയെന്ന് ഞാൻ ഓർക്കുകയാണ്. ദൈവമാതൃയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് മാമയുടെ വസ്ത്രമാണെന്ന്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് 2 സാരി കൊണ്ടിട്ടിട്ട് അത് ആ മെഷീനകത്ത് കയറിയിട്ട് അത് വെളുത്തില്ല. എന്നാൽ അമ്മാമയുടെ വസ്ത്രം ഇങ്ങനെ 2 വെള്ള സാരികൾ ഇങ്ങനെ വെണ്മയായി വെളുത്ത് പുറത്തു വന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവസാനം കാണുവാനിടയായത്. ഇന്ന് നിറവേറിയപ്പോൾ എനിക്ക് ഓർക്കാൻ വയ്യാത്തതായ സഹിക്കുവാൻ വയ്യാത്ത കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ ഉദ്ദേശം, കർത്താവിന്റെ പ്ലാന് കർത്താവ് നിറവേറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെയും അസുഖം കൂടുന്നതിന് മുമ്പൊക്കെയും കടന്നു വരുമ്പോൾ ഞാൻ ഇനി തോന്നിയ നാളൊന്നും ഇല്ലടി, എനിക്ക് അതുപോലെയുള്ള കഷ്ടങ്ങളാണ് എന്റെ ശരീരത്തുള്ളതെന്ന് ഞാൻ കുഞ്ഞുങ്ങളോടൊന്നും പറയുന്നില്ല എന്നൊക്കെയും പറയും. എന്നാൽ കർത്ത സമയത്ത് തന്റെ മകളെ അസുഖം കൂടി കൊണ്ടുവന്നു ഏതെങ്കിലും കാലത്തിൽ വന്ന് ചില ദിവസങ്ങളെ എല്ലാവരെയും കാണുവാനും കേൾക്കുവാനും കാര്യങ്ങളൊക്കെയും ശുശ്രൂഷകളൊക്കെയും ചെയ്യേണ്ടവർക്ക് ചെയ്യുവാനും മക്കൾക്കും ചെയ്യുവാനും എല്ലാം ഇടയായി തീർന്നു. ഇനി പോയതായ തന്റെ മകൾ പോയതായ പാത പലപ്പോഴും വിരോധം എന്ന് കാണുന്നതായ സമയത്ത് തന്റെ മകള് പെട്ടെന്ന് ആ വിരോധം മാറ്റി ഇല്ലാത്ത രീതിയിൽ സ്നേഹമായി ഇടപെടുകയും സഹകരിക്കുകയും എല്ലാവരും ഒരുപോലെ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പാതയിൽ കടന്നു പോകേണ്ടതിനെ പ്രാർത്ഥിച്ചു. ദുഃഖം നടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ദൈവത്തെ സാക്ഷിക്കുവാൻ ദൈവത്തിക്ക് നൽകിയ സമയത്തിനാണ് ദൈവത്തെ വാഴ്ത്തുന്നു. എനിക്ക് ഇത്രയ കുടുംബമായിട്ട് എന്റെ ഓർമ്മ ശരിയായിരിക്കുന്നു എങ്കിൽ 92 മുതലുള്ളതായ പരിചയം എനിക്കുണ്ട്. ഒരു ദിവസം ഈ ഇവിടെ നിന്ന് സുവിശേഷത്തിലേക്ക് അറിയതായ ശബരിച്ച ഇളമ്പൽ വിശ്വാസ വീട്ടിൽ ആയിരിക്കുമ്പോൾ ഞാൻ അച്ഛനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതായ ഇവിടുത്തെ അമ്മയും മുല്യമ്മച്ചിയും ഇവിടെയായിരിക്കുന്ന തങ്കച്ചാനുമായിട്ട് ആ ഇളമ്പൽ വിശ്വാസ വീട്ടിൽ ശബരിച്ചനെ കാണുവാൻ വരുവാനിടയായി. പ്രിയപ്പെട്ടവരോട് കടന്നു വന്നപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ പുത്തൂർ കടന്നു വരുവാനിടയായി. ഞാൻ ഈ പുത്തൂര് ശുശ്രൂഷയ്ക്ക് കടന്നു വന്നപ്പോൾ മറ്റൊരു പരിചയമില്ലായിരുന്നെങ്കിൽ തന്നെയും ഈ പ്രദേശത്തുള്ളതായ ദൈവജനങ്ങൾ വളരെ സ്നേഹത്തോടും വളരെ താഴ്മയോടും വളരെ ബഹുമാനത്തോടും എന്നോട് അവര് പെരുമാറി. കാരണം തങ്കച്ചാൻ ശബരിച്ചനെ ശുശ്രൂഷിക്കുന്ന ഞാനാണെന്ന് ഇവിടെയൊക്കെ വന്ന് പറഞ്ഞ് അന്ന് മുതലുള്ളതായ ഒരു വളരെ സ്നേഹബന്ധം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശത്വമുണ്ടെങ്കിൽ തന്നെയും പ്രിയപ്പെട്ട എന്നെ വളരെ സ്നേഹിച്ച, ഞാൻ പറഞ്ഞതൊക്കെ വളരെ അനുസരിച്ച ഈ പ്രദേശത്തുള്ള ദൈവജനങ്ങൾ മുൻപോട്ട് കടന്നുപോയി. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഇതുമുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യമുണ്ടാകും. തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് വരെയും ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ടതായി മാതാവ് കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെയും അധ്വാനിക്കുവാനിടയായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, പുത്തൂരായിരിക്കുന്ന വിശ്വാസ വീടിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച, വളരെയധികം കഷ്ടപ്പെട്ടതായ ഒരു മാതാവാണ് ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുക. വിശ്വാസ വീട്ടിലേക്ക് കടന്നു വന്ന ശരീരം കൊണ്ട് വളരെയധികം
കഷ്ടപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം ഞാനും പോയിരുന്ന ആ പ്രവർത്തനം തുറന്നുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ നീ ജോലി ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് വളരെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വളരെ സഹായമായിരിക്കാനിടയായി. അവിടെയൊക്കെ ഉള്ളതായ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു.